ഇപ്പോൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, സ്റ്റഡിക്ക് വേണ്ടിയിട്ട് പോകുന്ന കുട്ടികൾ വിസ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ എത്ര സമയം വേണമെന്ന് ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചാൽ ഞാൻ അതിന് മറുപടിയായിട്ട് പറയുന്നത് ക്വസ്റ്റ്യൻ്റെ സമയമല്ല, ആ ടൈമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ പൊതുവിൽ നമ്മളുടെ ഒരു കാഴ്ചപ്പാട് എത്ര സമയം എടുക്കും, എപ്പോൾ എനിക്ക് പോകാൻ പറ്റും, പെട്ടെന്ന് പോകണം. നമ്മളെല്ലാവരും ഒരു പ്രത്യേക കാഴ്ചപ്പാട്, ഞാനടക്കം പ്രത്യേക കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്. ഞാൻ അപ്ലൈ ചെയ്താൽ 2 ദിവസത്തിനുള്ളിൽ എത്തിയാൽ വളരെ നല്ലതാണ്. പക്ഷേ എനിക്ക് അവരോടുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ +2 എക്സാം കഴിയുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മാറയൊക്കെ ഉള്ള സ്റ്റഡി അബ്രോഡ് നടത്തുന്നത്, ഇപ്പം നമുക്ക് മാറ ലൈസൻസ് ഉണ്ട്, അങ്ങനെ ലൈസൻസ് ഒക്കെ ഉള്ളവരായിട്ട് സ്റ്റഡി അബ്രോഡ് നടത്തുന്നവരായിട്ട് പഠനം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അവരായിട്ട് പേപ്പർ വർക്കൊക്കെ ചെയ്ത് തുടങ്ങുക. പിന്നെ നമുക്ക് എത്ര സമയമാവുന്നുള്ളൊരു ആശങ്ക വേണ്ടത് ഇല്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര സമയത്തിൽ വിസ കിട്ടുന്നു എന്നതിലല്ല നമ്മുടെ കാര്യമുള്ളത്. യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്താൻ പറ്റുമോ? യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. ആ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് സമാധാനത്തിൽ ഒരു 2-3 ദിവസം മുമ്പ് അവിടെ എത്താൻ പറ്റുന്നതിന്, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് അവിടെ എത്താൻ പറ്റുന്ന രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യുക, പഠനം കഴിയുമ്പം ഒരു കുട്ടി പഠിക്കാൻ പോകാനായിട്ട് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഈവൻ മൈഗ്രേഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചാൽ, ഓസ്ട്രേലിയ മൈഗ്രേഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചാൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രോസസ്സിംഗ് ആയിട്ട് എന്ത് ചെയ്യുക, നീങ്ങിക്കൊള്ളുക. ആലോചിച്ചുകൊണ്ട് നിൽക്കരുത്. എത്ര സമയത്തിൽ കിട്ടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിന്നാൽ നമ്മളുടെ സമയം പോവും. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് എന്നാണ് പറഞ്ഞത്. നമ്മൾ ഒരു സ്റ്റിച്ച് വിട്ടാൽ, നമ്മുടെ ഡ്രസ്സിൻ്റെയൊക്കെ ഒരു സ്റ്റിച്ച് ഒന്ന് വിട്ടുപോയി, നമ്മൾ അപ്പം തന്നെ തുന്നിയാൽ ആ ഒരു തുന്നൽ മാത്രം തുന്നിയാൽ മതിയാവും. അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതോടെ അത് 2 ആവും, 3 ആവും, 9 ആവും. അപ്പോൾ 9 തുന്നേണ്ടി വരും. എത്രയും പെട്ടെന്ന് ഈ പ്രോസസ്സ് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും.